ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഈ ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. യഥാർത്ഥ ശിഷ്യൻ ആരാണ്? അവൻ എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ നിൽക്കുന്ന നിമിഷം നമ്മുടെ ജീവൻ അവസാനിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ വഴികൾ ശരിയാണോ? നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ചിന്തകൾ ശരിയാണോ? നമ്മൾ നിൽക്കുന്ന മിനിസ്ട്രി കറക്റ്റാണോ? നമ്മൾ പോകുന്ന വഴികൾ കറക്റ്റാണോ? നമ്മൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? നമുക്കിവിടെ നിന്ന് ചിന്തിക്കാം. ഈ വചനങ്ങൾ നമ്മൾ വളരെ ഗാഢമായി പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ഇതൊക്കെ ചെയ്തവരായിരിക്കാം നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ മരിച്ചവൻ ഉയർപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു, ഇതെന്നോടും ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഞാൻ വളരെ അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണോ? ഞാൻ പ്രവചിക്കുന്ന വ്യക്തിയാണോ? പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ദൈവവചനം ഇല്ല, ജീവിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവില്ല. കാരണം ക്രിസ്തുവാണ് ദൈവവചനം. ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കുക മാത്രമാണോ ചെയ്യുന്നേ? അത് കേട്ടിട്ട് എത്ര പേരാണ് രക്ഷപ്പെടുന്നേ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടക്കുന്നില്ല, നമ്മുടെ ജീവിതം മാറുന്നില്ല, നമ്മുടെ വഴികൾ സെയിമാണ്, നമ്മുടെ പാതകൾ സെയിമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കർത്താവിൻ്റെ ഒരു ഇടപെടലും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതും കാത്തിരിക്കരുത്, നിങ്ങൾ അത് വെച്ച് വെയിറ്റ് ചെയ്യരുത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഓർക്കുക. എൻ്റെ കുഞ്ഞാടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കുഞ്ഞാടാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. അവൻ ജീവിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്ന് നാമം വഹിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. ആ കർത്താവാണ് എൻ്റെ ഇടയൻ. ആ ദൈവം എൻ്റെ രക്ഷകനാണെങ്കിൽ, ആ ദൈവം എൻ്റെ പരിപാലകനാണെങ്കിൽ, ആ ദൈവം എൻ്റെ സുഹൃത്താണെങ്കിൽ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും വിളിച്ചാൽ വിളി കേൾക്കും. ഇന്ന് നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളൊന്ന് അനുശോധന ചെയ്യണം. ഇത് മറ്റാരും നമ്മളോട് പറഞ്ഞു തരണമെന്നില്ല. ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയത് കൊണ്ടോ, നീ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടോ, നീ ഒരു പ്രവാചകനായി പ്രഘോഷിക്കുന്നത് കൊണ്ടോ, സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിതറിയണം, നിങ്ങളിത് ചോദിക്കണം. ഞാനിപ്പോൾ മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകുമോ? നമ്മൾ പലരെയും കണ്ടുവെന്ന് വരാം, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തവർ പോലും സ്വർഗത്തിൽ പോയെന്ന് വരാം. കാരണം ഏത് വ്യക്തി ഏതവസാന നിമിഷത്തിൽ കർത്താവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് അവൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവൻ ദൈവത്തോട് ഒരുമിച്ച് ജീവിച്ച് നടക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അവനിൽ രക്ഷ കൈവന്നിരിക്കുന്നു. ഇന്ന് ആ രക്ഷ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ക്രിസ്തു നമ്മളോട് പറയുന്നു, നീന്റെ ഭവനം പാറമേൽ പണിയുക. ആ പാറ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ദൈവവചനമാണ്. ഈ ദൈവവചനത്തിൽ അതിൻ്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് ആ വചനം നൽകുന്ന ഫലം കായ്ക്കുവാൻ, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ ഈ വചനത്തെ ഏറ്റെടുക്കുക. കാരണം ഈ ദൈവവചനത്തിലല്ല നമ്മൾ ഭവനം പണിയുന്നെങ്കിൽ, മറ്റേതെങ്കിലും വ്യക്തിയിലാണെങ്കിൽ, മറ്റേതെങ്കിലും മധ്യസ്ഥനാണെങ്കിൽ, ഏതെങ്കിലും ഒരു മധ്യസ്ഥതയിലാണെങ്കിൽ നിന്റെ ഭവനം പൊളിഞ്ഞു പോകും. നിനക്ക് കാറ്റടിച്ചാൽ താങ്ങാൻ പറ്റില്ല, മഴ പെയ്താൽ താങ്ങാൻ പറ്റില്ല. കാരണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാണ് ഏക സത്യനായ ദൈവം. അവനല്ലാതെ വേറൊരു ദൈവമില്ല. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ നമുക്ക് രക്ഷകനായ യേശുവിൻ്റെ നാമമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തിൽ ഇന്ന് നമുക്ക് വിളിക്കാം. കാരണം അവൻ ദൈവമാണ്, അവൻ നമ്മുടെ സഹായകനാണ്, അവൻ നമ്മുടെ പരിചയമാണ്. ആ എല്ലാമായ ദൈവത്തെ നമുക്കൊരു മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവേ, അങ്ങേ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ.
ദൈവമേ, അങ്ങ് കടന്നു വന്നില്ലെങ്കിൽ ദൈവമേ ആരാണ് ഞങ്ങളെ രക്ഷിക്കുക? അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആരാണ് ഞങ്ങളെ രക്ഷിക്കുക? ഞങ്ങളുടെ വേദനയുടെ നടുവില്, ബുദ്ധിമുട്ടിന്റെ നടുവില്, പ്രയാസങ്ങളുടെ നടുവില് ഈ നിമിഷം യേശുവൻ ഏക സത്യ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയം പാപപങ്കിലമായ, അനുശോധനം ചെയ്യാത്ത, ദൈവവചനം അനുസരിക്കാത്ത, ദൈവവചനം പ്രഘോഷിക്കുന്നവരെ കളിയാക്കുന്ന ദൈവത്തെ തന്നെ ഞങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ ഞങ്ങൾ കളിയാക്കുന്ന നിമിഷത്തിലാണ് ഞങ്ങളുടെ ജീവിതമെങ്കിൽ, സഹോദര സഹോദരി, ഇന്ന് നമുക്ക് ഒരു രോഗത്തില് ഒരു രക്ഷകൻ ഉയർത്തിക്കൊണ്ട് ആ രക്ഷകൻ യേശുവാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്നു. ആ യേശു ക്രിസ്തു എല്ലാവർക്കും സമീപസ്ഥനാണ്. അവന്റെ ഭൂമുഖത്ത് നിന്ന്, അവന്റെ കണ്ണിൽ നിന്ന് ഒളിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വന്ന് നിൽക്കും. അന്ന് വന്ന് നിൽക്കുമ്പോൾ ദൈവവചന പ്രകാരം നമ്മളെ വിധിക്കുമ്പോൾ അന്ന് എനിക്കും നിങ്ങൾക്കും ഒരു ചോദ്യമുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചോ? പിതാവിന്റെ ഹിതം നിങ്ങൾ നിറവേറ്റിയോ? യേശു ക്രിസ്തുവിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിച്ചോ? അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ നീ തയ്യാറായിരുന്നു. അവന് വേണ്ടി, അവന് ദാഹിച്ചപ്പോൾ നീ വെള്ളം കൊടുത്തുവോ? അവൻ വിശന്നപ്പോൾ നീ ഭക്ഷിക്കാൻ കൊടുത്തുവോ? അവൻ നഗ്നനായി നിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ നീ അവൻ ഉടുപ്പിച്ചുവോ? ഈ ചോദ്യങ്ങളൊക്കെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ഹൃദയം തുറക്കണം, നമ്മുടെ ഹൃദയം മാറണം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി നമുക്കൊരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം മാറ്റണമേ കർത്താവേ. മഞ്ഞുകെട്ടയായി ഇരിക്കുന്ന ദൈവവചനം ഞങ്ങളിലേറ്റ് ദൈവവചനത്തിന്റെ പ്രകാശത്തിന്റെ ശക്തി, യേശുവെന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇനി വചനത്തിലൂടെ ഈ കേൾക്കുന്ന എല്ലാവരിലും ജീവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയം മാറട്ടെ. നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ വചനങ്ങൾ ഇന്നെടുത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദിവസമാണ്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് മാത്രമല്ല, എന്നൊക്കെ ഈ വചനം എടുത്തിട്ടുണ്ടോ എല്ലാവരുടെയും ഹൃദയത്തിൽ മാനസാന്തരം വരും. കാരണം ഈ ദൈവത്തിന്റെ വചനം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും മഞ്ഞും മഴയും പെയ്യുന്നത് പോലെയാണ്. അതൊരിക്കലും വന്നിടത്തേക്ക് തിരികെ ഫലമില്ലാതെ പോകത്തില്ല. ഇന്ന് ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളുടെ ഹൃദയം തുറക്കും, നിങ്ങളുടെ ഹൃദയം മാറ്റും, നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകും. നിങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സ്വരം നിങ്ങൾ കേൾക്കും. പിശാചിനോ അന്ധകാര ശക്തിക്കോ അത് തടയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് യേശുവാണ്. അവന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുട്ടും മടങ്ങും. ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം കേൾക്കുകയും അത് അനുസരിച്ച് അത് ഫലം കായ്ക്കുകയും പാറമേൽ പണിതം ഭവനെ പോലെ ദൈവത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവ്, ഇത് കേൾക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവേ, ഇന്ന് സ്വർഗത്തിന്റെ തീ ഇറങ്ങട്ടെ, ജീവിക്കുന്ന വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. അവരുടെ ഹൃദയങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. തളർന്നവനെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ഈ ദൈവത്തിന്റെ വചനം ജീവൻ 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 ഉണ്ടാക്കട്ടെ. യോഹന്നാൻ 10:10 പ്രകാരം ജീവനും ജീവന്റെ സമൃദ്ധിയും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നല്ല ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.